കുട്ടിയെ പീഡിപ്പിച്ച വൈദികനെ രക്ഷിക്കാനുള്ള നാടകത്തിൽ സഭയുടെ റോൾ എന്താണ്? ശ്രീ KF തോമസ് ഇതിനകം തന്നെ മാനന്തവാടി രൂപത അധ്യക്ഷൻ മാപ്പപേക്ഷ കൊടുത്തു കഴിഞ്ഞു. അതായത് ഈ കുട്ടിയോടും കുട്ടിയുടെ കുടുംബത്തോടും മാപ്പ് പറയുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇത് വിശ്വാസികളെല്ലാം കേട്ടതാണ്. രണ്ട് രൂപതയിലുമുള്ള മാനന്തവാടി രൂപതയിലും തലശ്ശേരി രൂപതയിലും. പിന്നെ എന്തിനാണ് ഇപ്പോഴും മാനന്തവാടി രൂപതയ്ക്ക് നേരെ സംശയത്തിൻ്റെ വിരൽ വിശ്വാസികളിൽ ഒരു വിഭാഗം ഉയർത്തുന്നത്? ശ്രീ KF തോമസ് കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ മാനന്തവാടി രൂപത ബിഷപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള മാപ്പപേക്ഷയെ സംബന്ധിച്ച് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു മാപ്പപേക്ഷ അസ്ഥാനത്താണ്. മാപ്പപേക്ഷ ജനങ്ങളോടും വിശ്വാസികളോടും നടത്തുന്നതിന് പകരം ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചിട്ടുള്ള സഭയുടെ പ്രചാരകരും സഭയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഫാദർ ജോസഫ് തേരകം, അതുപോലെ തന്നെ CWCയുടെ അംഗമായിട്ടുള്ള സിസ്റ്റർ ബെറ്റി, ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നടത്തിയെന്ന് പറയരുത്. ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളവരിൽ 4 പേർ കന്യാസ്ത്രീകളാണ്. ശരിയാണ്. അത് ക്രിസ്തുരാജ ആശുപത്രിയിലുള്ള കന്യാസ്ത്രീകളും ഉൾപ്പെടും. അതുപോലെ തന്നെ ഫാദർ തോമസ് തേരകത്തിന്റെ പേര് പറഞ്ഞുവല്ലോ. അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല ഇതുവരെ, പക്ഷേ പ്രതിയാക്കുമെന്ന സൂചനകൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. പോലീസ് ഈ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. മാത്രമല്ല, ഈ ഫാദർ തോമസ് തേരകം നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞു. ഈ കുട്ടിയെ അനാഥാലയത്തിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും അതിൽ നടത്തിയ നിയമലംഘനങ്ങളും. പക്ഷേ കുറ്റക്കാരനെന്ന് കണ്ടെത്തി എന്ന വാക്ക് മാത്രം ഉപയോഗിക്കരുത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഫാദർ തേരകത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ഇതുവരെയുള്ള എല്ലാ മാധ്യമങ്ങളിലും തന്നെ വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാപ്പപേക്ഷയല്ല വിശ്വാസികളെ സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. പകരം ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? സഭയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ആളുകളെ, കുറ്റക്കാരനായിട്ടുള്ള 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആ കുട്ടിയെ കൊണ്ടുവന്ന് അനധികൃതമായി ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിർത്തി അത്തരത്തിലുള്ള രീതിയിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ, കുറ്റവാളിയെ സഹായിക്കുന്നതിന് ഇടപെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത് സഭയുടെ ഭാഗത്തുനിന്ന്. അതുമാത്രമല്ല, ഒരു പള്ളി വികാരിയച്ഛൻ വിദേശത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഒരു വികാരിയച്ഛൻ യഥാർത്ഥത്തിൽ ബിഷപ്പിൻ്റെ അനുമതി കൂടാതെ രാജ്യത്തേക്ക് പോകാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിഷപ്പ് അറിയാതെ എങ്ങനെയാണ് പോവുക? ഈ പുരോഹിതനെക്കുറിച്ച് ഇതിനു മുൻപും ബഹുമാനപ്പെട്ട മാനന്തവാടി ബിഷപ്പിൻ്റെ മുമ്പിൽ പല ആളുകളും പരാതി പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ തമസ്കരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യത്തിലേക്ക് ഈ പറഞ്ഞ പുരോഹിതൻ എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ടായത്. യഥാസമയത്ത് ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന പുരോഹിതരായാലും സഭയ്ക്കകത്തായാലും അത്തരത്തിലുള്ള നേതൃനിരയിലുള്ള ആളുകളായാലും കൃത്യമായ നടപടികൾ എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും സഭയുടെ എല്ലാ വലിയ ഇടയന്മാരും പറയുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നാണ്. ഇപ്പോൾ ആലഞ്ചേരി പിതാവും ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. മാനന്തവാടി രൂപത ബിഷപ്പും ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇതിനു മുൻപും ഇതേ ഫാദർ റോബിൻ വടക്കംചേരിക്കെതിരെ വിശ്വാസികൾ പരാതി മാനന്തവാടി രൂപത അധ്യക്ഷന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഇതിനുള്ള മറുപടികൾ എന്തായിരുന്നു? എന്തെങ്കിലും നടപടി ഈ ഫാദർ റോബിൻ വടക്കംചേരിക്കെതിരെ ഉണ്ടായിരുന്നോ? ഇദ്ദേഹത്തിനെതിരെ യാതൊരുവിധ നടപടി എടുത്തതായിട്ട് നമുക്കറിയാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ഇദ്ദേഹം കൽപ്പറ്റ ഡീപ്പോളിലെ അസിസ്റ്റന്റ് പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ മടിയിലിരുത്തുകയും അനാവശ്യമായ രീതിയിൽ ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തതായിട്ടൊരു പരാതി ഉയർന്നിരുന്നു. ആ പരാതിയുടെ മേൽ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയും രായ്ക്ക് രാമാനം ഇവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യമാണ് സഭ ചെയ്തത്. അന്ന് യഥാർത്ഥത്തിൽ ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ സഭയ്ക്കും സഭയിലെ ഞങ്ങളെപ്പോലെയുള്ള വിശ്വാസികൾക്കും നാണക്കേട്ടുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാനന്തവാടി പിതാവ് നടത്തിയിട്ടുള്ള ക്ഷമാപണം സഭയെ കളങ്കപ്പെടുത്തുന്നതിൽ നിന്ന് യാതൊരു നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.
കുറ്റക്കാരെ കൃത്യമായി അല്ലെങ്കിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നവരെ കൃത്യമായി നടപടിയെടുത്തുകൊണ്ട് സഭയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ നടപടി കൈക്കൊണ്ടാൽ മാത്രമേ സഭയ്ക്കുണ്ടായ നാണക്കേടിൽ നിന്ന് ഞങ്ങൾ വിശ്വാസികൾക്ക് പോലും ജനങ്ങളുടെ മുമ്പിൽ മാപ്പപേക്ഷയുടെ കാര്യം പറയുമ്പോൾ തന്നെ ശ്രീ കെ എഫ് തലയുയർത്തി തോമസ് ഇങ്ങനെ ഒരു മാപ്പപേക്ഷ മാനന്തവാടി രൂപത ബിഷപ്പിന്റേതായി ഇടവക പള്ളികളിൽ വായിച്ചിരുന്നുവോ? ഇത്തരത്തിലുള്ള ഒരു ഇടയലേഖനം എന്ന രീതിയിലാണോ ഇത് വന്നത്? അതോ പുതിയ വികാരിയെ മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള ഈ കൊട്ടിയൂർ പള്ളിയിൽ ഫാദർ റോബിൻ വടക്കുംചേരി ഉണ്ടായിരുന്ന കൊട്ടിയൂർ പള്ളിയിൽ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിനോടൊപ്പം വന്ന ഒരു കത്ത് മാത്രമാണോ ഈ മാപ്പപേക്ഷ എന്ന പേരിൽ പ്രചരിക്കുന്നത്? ആ മാപ്പപേക്ഷ ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ല. അത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ മാധ്യമങ്ങളിലൂടെ. പക്ഷേ ആ മാപ്പപേക്ഷ ചെയ്യുന്നതിന് പകരം ഇതിൽ ഈ തരത്തിൽ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഗുരുതരമായ നിയമലംഘനവും വീഴ്ചയും വരുത്തിയതായിട്ട് മാധ്യമങ്ങളിൽ വ്യക്തമായ റിപ്പോർട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു സന്മനസ്സെങ്കിലും ബഹുമാനപ്പെട്ട പിതാവ് കാണിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ സഭയിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ നാണക്കേടുണ്ടാകുമായിരുന്നില്ല. ഈ റോബിൻ വടക്കിഞ്ചേരി പോലെയുള്ള ആളിനെ സംരക്ഷിക്കുന്നതിന് സഭയുടെ തന്നെ വക്താവായിട്ടുള്ള ഫാദർ തോമസ് തേരകം ഇടപെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി സഭയിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട്. പൗരോഹിത്യത്തിൻ്റെ അന്തസത്ത കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല പുരോഹിതന്മാരുണ്ട്. അവരെ എല്ലാവരെയും തന്നെ ഇത്തരം കളങ്കിത രൂപത്തിലേക്ക് ആളുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം വേദനാജനകമാണ്. ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, വികാര നിർഭരമായ വാക്കുകളാണ് മാനന്തവാടി ബിഷപ്പിന്റേത്. അജഗണം സൂക്ഷിപ്പുകാരന്റെ തന്നെ ഇരയായതിലുള്ള സഭാ പ്രതിപുരുഷന്റെ വാക്കുകൾ ഇത് വിശ്വാസികൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നാണല്ലോ ശ്രീ കെ എഫ് തോമസിനെ പോലെയുള്ള ഇടവകാംഗങ്ങളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർ തന്നെ പറയുന്നു ഇതിനു മുൻപും നൽകിയ പരാതികളിൽ വേണ്ട നടപടികൾ എടുത്തില്ല, ഇപ്പോഴും സംരക്ഷിക്കുന്നത് ആരൊക്കെയാണ് എന്ന കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, അവർക്കെതിരെ നടപടിയില്ല, ഒരു വാക്ക് പോലും മിണ്ടുന്നു പോലുമില്ല. അപ്പോൾ മാനന്തവാടി രൂപത ബിഷപ്പിനും ഇക്കാര്യം മറച്ചു വയ്ക്കുന്നതിൽ പങ്കുണ്ട് എന്ന കാര്യം വിശ്വാസികൾ പോലും വിശ്വസിക്കുകയാണ്. മറുപടി പറയേണ്ടത് സഭ തന്നെയാണ്. സഭയുടെ പൊതുവായ നിലപാട് രൂപതാധ്യക്ഷന് വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ആലഞ്ചേരി പിതാവും വ്യക്തമാക്കിയിട്ടുണ്ട്. സഭ ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു കാരണവശാലും കുറ്റക്കാർക്ക് സംരക്ഷണം നൽകില്ല. സഭ എല്ലാ കാലത്തും സത്യത്തിൻ്റെ പക്ഷം ചേർന്നേ നിൽക്കുകയുള്ളൂ. ഇവിടെ കൊട്ടിയൂർ സംഭവം തീർച്ചയായും നിർഭാഗ്യകരമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മൾ വിധി പറയുന്നത് ശരിയല്ല. അതുപോലെ തന്നെ വിചാരണ നടത്തി സഭയെ മോശമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ശരിയല്ല. നമുക്കിവിടെ അന്വേഷണ ഏജൻസികളുണ്ട്, കോടതിയുണ്ട്, അവരുടെ അന്വേഷണങ്ങൾ മുറയായിട്ട് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ സത്യം പുറത്തു വരും. ഈ സത്യം വരാതിരിക്കാനുള്ള നടപടികളാണ് ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ സത്യം പുറത്തു വരാതിരിക്കാനും ഒന്നുകിൽ പിടിക്കാതിരിക്കാനും അല്ലെങ്കിൽ പെട്ടാൽ തന്നെ അത് സത്യം പുറത്തു വരാതിരിക്കുന്നതിനും വേണ്ടിയുള്ള നാടക കസർത്തുകളാണ് മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള ചില വൈദികരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് തോമസ് ജോസഫ് തേരകം, അദ്ദേഹം CWCയുടെ ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനാണല്ലോ വയനാട്ടിലെ. അദ്ദേഹം തന്നെയാണ് ഈ നിയമലംഘനം എല്ലാം നടത്തിക്കൊണ്ട് ഈ വൈദികനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒടുവിൽ ഈ കുട്ടിയെ തന്നെ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. ഈ DNA പരിശോധനാ ഫലം നെഗറ്റീവായി വരുന്നതിന് വേണ്ടി അതിനുള്ള നടപടികൾ പോലും ചെയ്തിരിക്കുകയാണ് ഈ ശിശു സംരക്ഷണ സമിതി. അതായത് സംരക്ഷകനായി വരേണ്ടയാൾ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ, അതിൽ ഒരു അംഗം കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ആ അംഗവും സഭയിൽ നിന്നുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ സഭയുടെ കീഴിലുള്ള അനാഥാലയങ്ങളിലെ പ്രതിനിധികൾ എന്ന രീതിയിൽ തന്നെയാണല്ലോ ഇവർ ഈ ശിശുക്ഷേമ സമിതിയുടെ തലപ്പത്തേക്ക് വന്നതും അംഗങ്ങളായതും ഒക്കെ. അപ്പോൾ സഭയ്ക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് ഇവരിങ്ങനെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ. സഭയുടെ ഉത്തരവാദിത്വമാണ് പറഞ്ഞത്.
കുറ്റക്കാരനെ ഒരു കാരണവശാലും സംരക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ അതേ നിലപാടാണ് സഭ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് പറഞ്ഞവരെക്കുറിച്ചും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കുറ്റം ചെയ്തവരെ പോലെ തന്നെ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെയും തള്ളിപ്പറയാൻ സഭ തയ്യാറാകുമെന്നാണല്ലോ അഭിമന്യ പിതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതേതായാലും നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്തു വരും. ഒരു കാര്യം തീർച്ചയാണല്ലോ, നമ്മുടേതുപോലെ മാധ്യമ സാക്ഷരതയും മാധ്യമ സാന്ദ്രതയുമുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യം എത്ര കാലത്തേക്കാണ് ആർക്കാണ് മറച്ചു വയ്ക്കാൻ കഴിയുക? ഇവിടെ അന്വേഷണ ഏജൻസികൾ വളരെ സജീവമാണ്. സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ, വിവരാവകാശ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാം ഉള്ളത്. ഇങ്ങനെയുള്ളൊരു നാട്ടിൽ കുറ്റം ചെയ്തവരെ ഒളിച്ചു വയ്ക്കാമെന്നോ അവരെ സംരക്ഷിക്കാമെന്നോ സഭ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് സാധ്യവുമല്ല. ഈ നിർഭാഗ്യം എന്ന വാക്കാണ് താങ്കളും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സഭയുടെ പിതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഒറ്റയടിക്ക് അപലപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സമർത്ഥമായ ഒരു വാക്ക് മാത്രമാണ് അത്. പക്ഷേ ഈ തോമസ് ജോസഫ് തേരകത്തെ പോലെയുള്ള ആളുകൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അത് സഭയുടെ അറിവില്ലാതെയാണ് നടക്കുന്നത് എന്ന് പറയുന്നത് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും വിശ്വാസി സമൂഹം അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച തോമസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് അത് സഭയുടെ ഉത്തരവാദിത്വമാണ് ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള രീതിയിൽ വിശദീകരണം നൽകുക എന്നുള്ളത്. അതേക്കുറിച്ച് തർക്കമില്ല. തീർച്ചയായിട്ടും അത് സംബന്ധിക്കുന്ന വ്യക്തത വരും ദിനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, നിർഭാഗ്യകരം എന്ന വാക്കിൽ മാത്രം വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണോ ഈ സംഭവത്തെ? ഓരോ ദിവസവും സഭയുടെ പങ്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈദികന്റെ ചെയ്ത പ്രവൃത്തിക്ക് എന്തിനാണ് സഭയെ ആകമാനം കുറ്റപ്പെടുത്തുന്നത് എന്ന ചോദ്യം ഉയർന്നിരുന്നു. ആത്മാർത്ഥമായ ഒരു ചോദ്യം തന്നെയാണ് അത്. പക്ഷേ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് എവിടെയാണ്? മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള PRO ആയ, അതായത് ബിഷപ്പിന്റെ നാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന PRO, അതായത് സഭയുടെ കാര്യങ്ങൾ പുറത്തു പറയുന്ന ആൾ,